ഒരു സീസണിലെ നാലാമത്തെ എൽ ക്ലാസിക്കോയും ബാഴ്സലോണ വിജയിച്ചു. ഈ ഒരു എൽ ക്ലാസിക്കോക്ക് ഭയങ്കരമായിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ആരായിരിക്കും ലാലിഗ ചാമ്പ്യൻസ് ആവുക എന്നുള്ളത് തീരുമാനിക്കുക ഈ ഒരു എൽ ക്ലാസിക്കോ ആയിരുന്നു. അതെന്തായാലും ബാഴ്സലോണ വിജയിച്ചു. ഈ ഒരു മാച്ച് റയൽ മാഡ്രിഡ് വിജയിക്കാൻ വേണ്ടി 3 പേര് നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തു. ഒന്ന് കെലിൻ എംബാപ്പെ, അദ്ദേഹം ഈ ഒരു മാച്ചിൽ ഒരു ഹാട്രിക് സ്കോർ ചെയ്തു. പക്ഷേ ടീമിന് അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റിയില്ല. വിനീഷ്യസ് ജൂനിയർ, അദ്ദേഹം ഈ ഒരു മാച്ചിൽ 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് ടീമിനെ വിജയിപ്പിക്കാൻ നോക്കി. പക്ഷേ അതും ഫെയ്റ്റ് വിധി സമ്മതിച്ചില്ല. ബാഴ്സലോണ തന്നെ വിജയിച്ചു. മൂന്നാമത്തത് റഫറി, അദ്ദേഹം ഈ ഒരു മാച്ചിൽ റയൽ മാഡ്രിഡിനെ ജയിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിച്ചു. പക്ഷേ ഫെയ്റ്റ് വിധി അതും സമ്മതിച്ചില്ല. ബാഴ്സലോണ തന്നെ വിജയിച്ചു. ഇങ്ങനെയൊക്കെയാണ് ബാഴ്സലോണയുടെ ആരാധകർ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു മാച്ചിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ കെലിൻ എംബാപ്പെ ഒരു പെനാൽറ്റി വോൺ ചെയ്തു ഷെസ്നിയുടെ ഒരു ഫൗളിൽ നിന്നും. അങ്ങനെ കെലിൻ എംബാപ്പെ ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. 1-0 എന്നുള്ള സ്കോറായിട്ട് മാറി. അതിനും ചെറിയൊരു ഓഫ് സൈഡ് കോൺട്രവേഴ്സി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു കിഡിലിൻ ട്രിവേല അസിസ്റ്റിൽ നിന്നും കെലിൻ എംബാപ്പെ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തി. ഇൻസൈഡ് 20 മിനിറ്റ്സ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 2-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തി. പിന്നെ അവിടുന്ന് പിന്നെ ഒരു ഫെറാൻ ടോറസിൻ്റെ അസിസ്റ്റിൽ നിന്നും എറിക് ഗാർസിയ ഒരു കിഡിലും ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-1 എന്നുള്ള സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞ് ഫെറാൻ ടോറസിൻ്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ ലമീൻ യമാൽ ഒരു കിഡിലും കേവിങ് ഷോട്ട് എടുത്ത് അവർ 2-2 എന്നുള്ള രീതിയിൽ ഈക്വലൈസ് ചെയ്തു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ. കഴിഞ്ഞ ഈ ഒരു മാച്ചിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഒരു ഡ്രാമയായിരുന്നു. ഫുട്ബോളിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർടൈൻഡ് ആയിട്ടാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻഡ് ആയി അതിൻ്റെ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട്. ഒരു കിഡിലും ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ലമീൻ യമാൽ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡാനിയൽ സെബല്ലോസിൻ്റെയും കെലിൻ എംബാപ്പേൻ്റെ ഒരു ചൈൽഡിഷ് മിസ്റ്റേക്കിൽ നിന്നും പെഡ്രി ആ ഒരു ബോൾ വോൺ ചെയ്ത് നേരെ റാഫിനെ കൊടുത്ത് റാഫിനെ ആ ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 3-2 എന്നുള്ള സ്കോറായി മാറ്റി. സെബല്ലോസിൻ്റെയും എംബാപ്പയുടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് അവർ ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ലൂക്കാസ് വാസ്കസിൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക്, അദ്ദേഹത്തിന് ആ ഒരു ബോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായി. ആ ഒരു ബോൾ എന്ത് ചെയ്തു, ഫെറാൻ ടോറസ് വിൻ ചെയ്തിട്ട് അത് നേരെ റാഫിനെ കൊടുത്തു ഗോൾ സ്കോർ ചെയ്ത. ലാസ്റ്റ് 2 ഗോൾ വന്നത് റയൽ മാഡ്രിഡിൻ്റെ മിസ്റ്റേക്കിൽ നിന്നായിരുന്നു. അങ്ങനെ 4-2 എന്നുള്ള സ്കോറായി മാറി. ഒരു 40 മിനിറ്റൊക്കെ ആയ സമയത്ത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നായി. കാരണം അറ്റാക്കിങ്ങിൽ ബാഴ്സലോണയുടെ ആ ഒരു റിതം സ്റ്റോപ്പ് ചെയ്യാൻ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് അവർക്ക് എങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയിലെത്തി. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് കാർലോ ആൻസലോട്ടി ലൂക്കാസ് വാസ്കസിനെയും സെബല്ലോസിനെയും പിൻവലിച്ച് മോഡ്രിച്ചിനെയും ബ്രൈം ഡൈസനെയും കൊണ്ടുവന്നു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. വെരി റൈറ്റ് ഡിസിഷൻ. കാരണം സെബല്ലോസും ലൂക്കാസ് വാസ്കസും കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് 2 ഗോൾ വന്നത് അങ്ങനെയായിരുന്നു. അവരെ 2 പേരെയും കൊണ്ടുവന്നത് ബ്രൈം ഡൈസനെയും മോഡ്രിച്ചിനെയും കൊണ്ടുവന്നത് നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കുറച്ച് നേരം കഴിഞ്ഞ് മോഡ്രിച്ചിൽ നിന്നും ഒരു ത്രൂ ബോൾ വിനീഷ്യസ് ജൂനിയറിന് കൊടുത്തു. വിനീഷ്യസ് ജൂനിയർ അത് സ്പീഡി ആയിട്ട് അത് റൺ ചെയ്തിട്ട് വെറും അൺസെൽഫിഷ് ആയിട്ട് അത് കെലിൻ എംബാപ്പയ്ക്ക് ആ ഒരു ബോൾ കൊടുത്തു. കെലിൻ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു മാച്ചിൽ 4-3 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞ് 4-4 ആക്കാൻ വേണ്ടിയിട്ട് കെലിൻ എംബാപ്പയ്ക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി. പക്ഷേ അത് ഷെസ്നി സേവ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു തൊച്ചുമാനിയുടെ ആ ഒരു ഹാൻഡ് ബോൾ വരുന്നത് ഫെറാൻ ടോറസിൻ്റെ ഷോട്ടിൽ നിന്നും. എന്താ പറയുക, ആ ഒരു ബോൾ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ബോളാണെന്ന് പറഞ്ഞിട്ടാണ് റഫറി അത് പെനാൽറ്റി കൊടുക്കാതിരുന്നത്. ഫോർ മീ എനിക്ക് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പെനാൽറ്റിയാണ്. കാരണം അദ്ദേഹം ആ ഒരു ബോൾ ഫെറാൻ ടോറസ് ഷോട്ട് ചെയ്ത സമയത്ത് പയ്യെ ഇങ്ങനെ വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് നല്ല രീതിയിൽ. ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പെനാൽറ്റിയാണ്. ഈ ഒരു മത്സരത്തിലെ റഫറി ഹെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഹ്യൂമൻ എററിൻ്റെയും അപ്പുറത്ത് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ബാഴ്സലോണയുടെ ഒരു ഗോളിൻ്റെ ഇടയിൽ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഒരു ഹാൻഡ് ബോൾ വന്നിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്. പിന്നെ ഈ ഒരു ചുമാനിയുടെ ഈ ഒരു പെനാൽറ്റി, അത് ബാഴ്സലോണക്കുള്ള ഒരു ക്ലിയർ പെനാൽറ്റി. അദ്ദേഹം വാർ ചെക്ക് ചെയ്ത സമയത്തും വീണ്ടും ആ ഒരു പെനാൽറ്റി ഡിസലോ ചെയ്തു. എനിക്കറിയില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ആ ഒരു പെനാൽറ്റി കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് അവസാന നിമിഷം ഫെർമിൻ ലോപ്പസ് ഹാർഡ് വർക്ക് ചെയ്ത് ഫെഡെ വാൽവർദേൻ്റെ കയ്യിൽ നിന്നും ഒരു ബോൾ വിൻ ചെയ്തൊരു കിടിലൻ ഗോൾ സ്കോർ ചെയ്തു. അത് റഫറി വാർ ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് ഹാൻഡ് ബോൾ കിട്ടി. അത് മറ്റേ ഒച്ചുമാനിൻ്റെ പെനാൽറ്റി കൊടുക്കാത്ത ആളാണ് ഇവിടെ ഫെർമിൻ ലോപ്പസിൻ്റെ ആ ഒരു പെനാൽറ്റി ആ ഒരു ഗോൾ ഡിസലോ ചെയ്തത് ഹാൻഡ് ബോൾ കാരണം. എനിക്കറിയില്ല എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കുറേ മിസ്റ്റേക്സ് ഇന്ന് വന്നിട്ടുണ്ട്. എന്തായാലും 4-3 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ തന്നെ വിജയിച്ചു. ഈ ഒരു സീസണിൽ ആ ഒരു ഡിസിഷൻ മൊമെൻറ്റ് ബാഴ്സലോണ വോൺ ചെയ്തു. ഇനി 3 മത്സരമാണ് ബാഴ്സലോണക്ക് ബാക്കിയുള്ളത്. അതിൽ 1-2 വിൻ ചെയ്താൽ തന്നെ അവർ ഓൾമോസ്റ്റ് ബാഴ്സലോണ ഈ ഒരു സീസണിലെ ലാലിഗ ചാമ്പ്യൻസ് ആയി. സോ അവർക്ക് എന്തായാലും ഡൊമസ്റ്റിക് ട്രബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. യുഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ നിന്നും പുറത്തായി. ബട്ട് അവർക്ക് ആ ഒരു ഡൊമസ്റ്റിക് ട്രബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു ലാലിഗ ചാമ്പ്യൻസ് ആവുന്നതിലൂടെ. സോ ഇനി അടുത്ത സീസണിൽ നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.